ഗായ്സ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഇന്ന് നടക്കുവാണ്. അപ്പോൾ ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. നല്ല എവിക്ഷൻ്റെ ഇടയിൽ കുറേ എക്സ്ട്രാ കരിക്കുലർ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ പോയ മത്സരാർത്ഥികളുടെ വേറെ ആൾക്കാരുടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റണ്ണർ അപ്സ് ആരൊക്കെയാണ്, വിന്നർ ആരാന്നൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഇപ്പം അറിഞ്ഞിട്ടേക്കണത്. നമുക്ക് റൂമേഴ്സും പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നെവിനാണ് 5th പൊസിഷൻ അല്ലെങ്കിൽ 4th റണ്ണറപ്പായിട്ട് വന്നേക്കണമെന്ന് കേട്ടേക്കണത്. നെവിൻ എവിറ്റ് വരുമ്പോഴുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തമിഴ് ബിഗ് ബോസിൽ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സാണ്. മുകളിൽ നിന്ന് കുറേ പേപ്പറൊക്കെ വീണ് അതിൽ നിന്ന് എവിറ്റിയുടെ പേര് വേണം, അങ്ങനത്തെ ഒരു സ്കീമാണ്. പക്ഷേ നെവിൻ ഭയങ്കര ഹാപ്പിയാണ്, ഇത്രത്തോളം നിൽക്കാൻ പറ്റി. കുറേ പേർക്ക് ടോപ്പ് 5 വേണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാണ് പറയണത്. 4th പൊസിഷനിൽ 3rd റണ്ണപ്പായിട്ട് പോയേക്കണം അക്ബർ എന്നാണ് കേട്ടേക്കണത്, റൂമേഴ്സ് പറഞ്ഞേക്കണത്. അക്ബർ ഇത്തിരി സങ്കടം എന്നാണ് കേട്ടേക്കണത്. അക്ബർ എക്സ്പെക്ട് ചെയ്തില്ല. അക്ബർ കുറച്ചും കൂടി ഒരു 3rd എക്സ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടേക്കണത്. നമ്മുടെ 3rd പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ 2nd റണ്ണറപ്പ് ഷാനവാസാണ് കേട്ടേക്കണത് റൂമേഴ്സ്. അതെന്തായാലും നമുക്കറിയാം. എന്തായാലും 1st 2nd അനീഷ് അനുമോൾക്കായിരിക്കും നമുക്ക് എന്തായാലും ഉറപ്പിച്ചാൽ. പിന്നെ 3rd എന്തായാലും ഷാനവാസ് ആയിരിക്കും. അതാണ് ഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം. പിന്നെ അതുപോലെ നമ്മൾ കേട്ടേക്കുന്ന റൂമേഴ്സുമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. പിന്നെ ഗ്രാൻഡ് ഫിനാലിൽ നമ്മൾ ടൈറ്റിൽ വിന്നറാണ് അടുത്ത എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏട്ടൻ്റെ കൈ പിടിച്ച് വന്ന 2 പേര്, ടോപ്പ് 2 2 പേര് എന്തായാലും അനീഷ് അനുമോളാണ് നമുക്ക് എന്തായാലും അറിയാം. നമുക്ക് ഗസ്സും ഉണ്ട്, അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട്സും അത് നമുക്ക് എന്തായാലും ഷുവറാണ്. അതങ്ങനെ തന്നെയാണ്. അവർ 2 പേരാണ് കൈ പിടിച്ച് വന്നേക്കുന്നത്. 1st 2nd അവർ 2 പേരാണ്. അവരെല്ലാം ജയിച്ചേക്കുന്നത് ബിഗ് കൺഫ്യൂഷനാണ്. അതിപ്പോഴും കുറേ റൂമേഴ്സൊക്കെ നമുക്ക് കേൾക്കുന്നത് അനുമോളാണ് ജയിച്ചേക്കുന്നതാണ്. കൂടുതൽ ചാൻസ് അനുമോൾ ജയിക്കാനാണ്. കാരണം അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് നോക്കുവാണെങ്കിൽ അനുമോൾ ഒരു ഹൈ ലീഡിലാണ് നിൽക്കുന്നത്. അത് സ്പീക്കറിൻ്റെ ബലത്തിലായാലും കുടുംബ പ്രഷറുടെ ഇടയിലായാലും അനുമോൾക്കൊരു ഹൈ വോട്ടിംഗ് തന്നെയുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ ഉറപ്പിക്കാനായിട്ടില്ല. ചിലപ്പോൾ അനീഷ് ജയിച്ചേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലായി. ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു ഇത് മാത്രമാണ്, പ്രഡിക്ഷൻ മാത്രമാണ്. ശരിക്കുള്ള കാര്യമാണെങ്കിൽ ഇത് നമുക്ക് എപ്പിസോഡ് തന്നെ കാണണം. എല്ലാ സ്റ്റേറ്റും